ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിനെ പറ്റിയാണ്, ഗൂഗിൾ പിക്സൽ 8 പ്രോ. നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ് ഫോണുകളാണ്. ഗൂഗിളിന് മാത്രമാണ് ഓൺ ആൻഡ്രോയിഡ് ഫോണുകൾ ഉള്ളത്. അത് തന്നെയാണ് ഗൂഗിളിനെ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഫാമിലിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിനെ പറ്റിയാണ്, ഗൂഗിൾ പിക്സൽ 8 പ്രോ എന്ന് പറയുന്ന മോഡലിനെ പറ്റി. അപ്പോൾ ഒഫീഷ്യലി ആൻഡ്രോയിഡ് 14 വരുന്ന ആദ്യത്തെ ഒരു മോഡലാണ് ഗൂഗിൾ പിക്സൽ 8 പ്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. LTPO AMO LED 120 ഹെഡ്സിന്റെ HDR 10+ 6.7 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിന്റെ LTPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ് LTPO എന്ന് പറയുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈസ് ലെസ് ബാറ്ററി കൺസ്യൂമിങ്. അതായത് വലിയ കാര്യമായിട്ടുള്ള ബാറ്ററി കൺസംഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നില്ല. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയെ പറ്റി നോക്കാം. കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് ക്യാമറയ്ക്ക് ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും 3 ക്യാമറയും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും 48 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറയും അതുപോലെ തന്നെ 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഇതിൽ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 10.5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊസസ്സറിനെ പറ്റി നോക്കാം. ഗൂഗിളിന്റെ ഓൺ പ്രൊസസ്സർ ആണ് ഇതിൽ വരുന്നത്. ഗൂഗിൾ ടെൻസർ GM4nm 9 കോർ പ്രൊസസ്സർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 4650 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. പിന്നെ ഇതിന്റെ വാരിയന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് 12GB 128, 12GB 256, 12GB 512 എന്ന് പറയുന്ന വാരിയന്റുകളിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ പിക്സൽ 8 പ്രോന്റെ വിശേഷങ്ങൾ. ഗൂഗിൾ ഫാമിലിയിലെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള മോഡൽസും കളേഴ്സും അതുപോലെ തന്നെ ഡിസൈനിലും ഒക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.